തെമ്മാടിത്തമ്പുരാൻ ഭാഗം 13. രചന അവതരണം ദിവ്യരാജ്. 4 കൂട്ടം പ്രഥമനടങ്ങിയ കെങ്കേമമായ സദ്യ തന്നെയായിരുന്നു വന്നുകൂടിയ നാട്ടുകാർക്കായി പാചകവിദ്വാൻ രാമേശ്വരക്കുറുപ്പ് തയ്യാറാക്കിയത്. നാട്ടിലെ പേരുകേട്ട പാചകക്കാരനാണ് കുറുപ്പ്. പക്ഷേ ആൾക്ക് റേറ്റ് കൂടുതലായത് കാരണം സാധാരണക്കാരുടെ വിവാഹവിരുന്ന് ഇയാളെ ഏൽപ്പിക്കാറില്ല. അയാളെ തേടി ചെല്ലുന്നവരെല്ലാം പ്രമുഖരും പ്രമാണിമാരും ഒക്കെയാണ്. എടാ രുധിനെ, അവൾക്ക് കൂടി വാരി കൊടുക്കടാ. ചൂട് ചോറിൽ പരിപ്പ് കറി ഒഴിച്ച് അതിലേക്ക് പപ്പടം കൂടി കൂട്ടിക്കുഴച്ച് കഴിക്കാൻ തുടങ്ങുന്നവനെ നോക്കി ആ വഴി വെള്ളവുമായി വന്ന അച്ചു വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. വേഗം ഒരിരുള ചോറെടുത്ത് യാതൊരു കൂസലുമില്ലാതെ അവൾക്ക് നേരെ നീട്ടുമ്പോൾ അമ്പരപ്പാൽ കണ്ണുമിഴിച്ചു അമ്പിളി. കണ്ണു പാഞ്ഞത് ചുറ്റും കൂടി നിന്നവരിലാണ്. വേണ്ടെന്ന് വിലങ്ങനെ തലയാട്ടുമ്പോൾ കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു. ആ നോട്ടത്തിൽ വായ തുറന്നു കൊടുത്തവൾ, കള്ളച്ചിരിയോടെ കണ്ണു ചിമ്മി കാട്ടിയേയുള്ളവൻ. യാത്ര പറഞ്ഞിറങ്ങാൻ നേരം നിറചിരിയോടെ തന്നെ യാത്രയയക്കാൻ കാത്തു നിൽക്കുന്നവരെ കണ്ട് കണ്ണു നിറഞ്ഞിരുന്നു അമ്പിളിയുടെ. പൊട്ടിക്കരയാൻ വെമ്പിയവളെ ചേർത്ത് പിടിച്ച് കാറിൽ കൊണ്ടുപോയി ഇരുത്തിയതും രുധിനായിരുന്നു. അച്ചുവായിരുന്നു ഡ്രൈവറെങ്കിൽ കോ ഡ്രൈവിംഗ് സീറ്റിൽ രഞ്ജിത്തായിരുന്നു. തൊട്ടു പിന്നിലെ സീറ്റിൽ അമ്പിളിയെ ചേർത്ത് പിടിച്ച് രുധിനും. അമ്മയും അനുജത്തിയും മറയുന്നത് വരെ പിന്നിലെ ഗ്ലാസ്സിലൂടെ വരെ നോക്കിയിരുന്നവൾ. അവർ മാഞ്ഞകന്നതും വീണ്ടും കരയാൻ തുടങ്ങി. എന്തൊരു കരച്ചിലാ എൻ്റെ അമ്പിളിയെ, എന്നെ വേണ്ടേടി നിനക്ക്? മെല്ലെ ചോദിച്ചവൻ. ഒന്നും മിണ്ടാതെ ഇരുന്നേയുള്ളവൾ. എടാ രുധിയെ, ഭാര്യയ്ക്ക് വേണൽ ഒരു മുത്തം കൊടുത്തോ നീ, ഞങ്ങള് കണ്ണടച്ചിരുന്നോളാം, രഞ്ജിത്ത് ചിരിയോടെ പറഞ്ഞതും. ഓ വേണ്ടേ, അത്രയ്ക്ക് ആക്രാന്തമൊന്നുമില്ലടാ. അരയിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അവളെ ചേർത്തിരുന്നു രുധിൻ. ഒരു വിറയോടെ മുഖമുയർത്തി നോക്കിയേയുള്ളവൾ. എന്നാലും രാമു വരാത്തത് നോക്കിയേ. വരണമെന്ന് പറഞ്ഞു വിളിച്ചതല്ലേ, എന്നിട്ടും ഓന്റെ പിണക്കം മാറിയില്ലേ? ഇത്തിരി പരിഭവത്തോടെ രുധിനത് പറഞ്ഞതും. വരുമെടാ, എവിടെ പോവാനാ, എത്ര ദിവസം പിണങ്ങിയിരിക്കാനാ? ചിരിയോടെ പറയുന്നുണ്ടായിരുന്നു അച്ചു. ദീർഘമായൊന്ന് നിശ്വസിച്ചേയുള്ളവൻ. നാരായണീയത്തിന്റെ ഗേറ്റിനോടടുത്തതും ഒരു കൂട്ടം പഞ്ചാരി മേളക്കാര് അവരുടെ പൂക്കളാൽ അലങ്കരിച്ച കാറ് തടഞ്ഞിരുന്നു. പകപ്പോടെ രുധിനെ നോക്കിയവൾ. നമ്മുടെ ചെക്കന്മാരാടി, എനിക്കെന്തോ പണി വരുന്നുണ്ട്, ചെറുചിരിയോടെ പറഞ്ഞവൻ. ഡാ രുധി, ഇറങ്ങടാ, കൂട്ടത്തിലെ ആരോ വിളിച്ചു കൂവി. അതേസമയം 2 പേരായി വന്ന് കാറിന്റെ ഇരുവശത്തെയും ഡോർ വലിച്ചു തുറന്നു. രണ്ടാളും ഇറങ്ങിയേ. അവർ പറഞ്ഞതും രുധിൻ ചാടി ഇറങ്ങി. അമ്പിളി നേരിയ പരിഭ്രമത്തോടെ മെല്ലെ അടിവച്ചിറങ്ങി. ഒരു തായമ്പകയും 2 കോലും രുധിന്റെ കയ്യിൽ വെച്ചു കൊടുത്തിരുന്നു കൂട്ടത്തിലൊരാൾ. കൊട്ടടാ രുധിനെ, ആരോ കൂട്ടത്തിൽ നിന്നും വിളിച്ചു കൂവേണ്ട താമസം തായമ്പക കൊട്ടി തുടങ്ങിയിരുന്നവൻ. അതിനൊപ്പം പഞ്ചാരി മേളവും. അവിടന്നങ്ങോട്ട് മുറ്റം വരെ കൊട്ടിക്കൊട്ടി നടപ്പായിരുന്നു കൂടെ അമ്പിളിയും. അമ്പലത്തിലെ മഹാദേവന് മുന്നിൽ നിന്ന് തായമ്പക കൊട്ടണത് പലതവണ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ ആദ്യായ ഇത്രയും അടുത്ത് പഞ്ചാരി മേളക്കാർക്കൊപ്പം മത്സരിച്ച് ചുവട് വെച്ച് കൊട്ടിക്കൊണ്ടിരുന്നവൻ ഒക്കെ ഒരമ്പരപ്പോടെ കണ്ടു നിന്നു അമ്പിളി. മുറ്റത്തെത്തി കഴിഞ്ഞുള്ള കലാശക്കൊട്ടിന് ശേഷം തായമ്പക തൊഴുത് തിരികെ ഏൽപ്പിച്ചവൻ. ഈ സമയം സുഭദ്ര തമ്പ്രാട്ടി ആരതി ഒഴിയാനുള്ള താലവുമായി അവർക്കരികിലേക്ക് വന്നിരുന്നു. 2 പേരെയും ഒരുമിച്ച് നിർത്തി ആരതി ഒഴിഞ്ഞ ശേഷം കത്തിച്ചു വെച്ച നിലവിളക്ക് അവളുടെ കൈകളിൽ ഏൽപ്പിച്ചവർ. വലത് കാൽ വെച്ച് കയറിവാ മോളെ. വാത്സല്യത്തോടെ അവരത് പറയുമ്പോൾ ഇതുവരെ കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന നാരായണീയത്തിലേക്ക് വലത് കാലെടുത്ത് വെച്ച് കയറിയവൾ. മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥന മാത്രം, നല്ലത് മാത്രം വരുത്തണേ മഹാദേവ. നിലവിളക്ക് കൊണ്ടുചെന്ന് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും ആള് തൊട്ടരികിൽ തന്നെയുണ്ടായിരുന്നു. രുധിന്റെ വല്യമ്മായി കൊണ്ടുകൊടുത്ത പാലട സുഭദ്ര തന്നെ 2 പേർക്കും ഊട്ടി. ഇത്തിരി നേരം പെണ്ണുങ്ങളെല്ലാം കൂടി പുതുപ്പെണ്ണിനു ചുറ്റും ഒരുമിച്ച് കൂടിയിരുന്നു. ആ നേരം രഞ്ജുവും അച്ചുവും അകത്തേക്ക് വന്നിരുന്നു. 2ന്റെയും തലവെട്ടം കണ്ടതും രുധി അവർക്കൊപ്പം പോയി. ആകെ ഒറ്റപ്പെട്ട പോലെ തോന്നി അവൾക്ക്. ചുറ്റും കൂടിയ പെണ്ണുങ്ങളെല്ലാം എന്തെല്ലാമോ വിശേഷങ്ങൾ ചോദിച്ചു. അതിനൊക്കെയും പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി കൊടുത്തവൾ. പലരും വീട്ടിലെ കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത്.
അമ്മ എന്തു ചെയ്യുന്നു, അനിയനും അനുജത്തിയും പഠിക്കുവാണോ, അങ്ങനെ പലതും. ചിലരുടെ നോട്ടം അവളുടെ ഉടല് മൂടിക്കിടക്കണ പൊന്നിലാണെങ്കിൽ ചിലരുടെ നോട്ടം അരവരെ നീണ്ടുകിടക്കണ നീരിങ്ങിയ തലമുടിയിലും വെണ്ണ നിറമുള്ള ഉടലിലും ഒക്കെയായിരുന്നു. ആകെ ഒരു വീർപ്പ് മുട്ടലും അസ്വസ്ഥതയുമായിരുന്നു അമ്പിളിക്ക്. ദേഹത്തണിഞ്ഞിരിക്കുന്ന ഭാരമേറിയ വസ്തുക്കൾ എല്ലാം വലിച്ചെറിഞ്ഞ് കുറച്ചുനേരം സ്വസ്ഥമായിരിക്കാൻ തോന്നിപ്പോയി അവൾക്ക്. മതി മതി, ആ കുട്ടിക്ക് ശ്വാസം മുട്ടലുണ്ടാവും. അത് ചെന്ന് ഈ വേഷമൊക്കെ മാറി കുളിച്ച് റെഡിയാവട്ടെ. വൈകുന്നേരം റിസപ്ഷൻ ഉള്ളതാ. സുഭദ്ര തമ്പ്രാട്ടി അവിടേക്ക് വന്നെത്തി. ഒരു രക്ഷകയെപ്പോലെ ആശ്വാസം തോന്നി അവൾക്കും. രോഹിണി, രുദ്രേ, മക്കളെ ചേച്ചിയോടൊപ്പം ചെന്ന് ഈ വേഷമൊക്കെ മാറാൻ സഹായിക്ക്. സുഭദ്ര തമ്പുരാട്ടി അത് പറയുമ്പോൾ രുധിന്റെ ചെറിയമ്മാവന്റെ മക്കൾ മുന്നിലേക്ക് എത്തിയിരുന്നു. 17ഉം 18ഉം പ്രായം തോന്നിക്കുന്ന സുന്ദരിമാരായ 2 പെൺകുട്ടികൾ. വാ ചേച്ചി, രുധിയേട്ടന്റെ റൂമങ്ങ് മുകളില. അത് പറഞ്ഞുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് മുകളിലേക്ക് നടന്നവർ. വല്ലാത്തൊരു വിറയൽ ദേഹമാകെ പടരുന്നുണ്ടായിരുന്നു അവളുടെ. കണ്ണുകൾ ചുറ്റിലും ആളെ തിരഞ്ഞെങ്കിലും കണ്ടില്ല. റൂമിലേക്ക് കയറിയതും വലിയ ടേബിൾ ഫാൻ ഓൺ ചെയ്തിരുന്നു രുദ്ര. സീലിംഗ് ഫാന് കാറ്റ് കുറവാ ചേച്ചി, ഇത് നല്ല കാറ്റുണ്ട്. ചെറുചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ അടുത്ത് കിടന്ന ചെയർ നീട്ടിയിട്ട് കൊടുത്തു. അമ്പിളി അതിലിരുന്നതും രണ്ടാളും കൂടി തലയിൽ വെച്ചിരുന്ന ഹെയർ പിന്നും പിച്ചിപ്പൂവുമൊക്കെ മെല്ലെ മെല്ലെ ഇളക്കിയെടുത്ത് തലയിൽ നിന്നും അതൊക്കെ മാറ്റിയപ്പോൾ തന്നെ വലിയ ആശ്വാസം തോന്നി അവൾക്ക്. കയ്യിലെ വളകൾ ഓരോന്നായി ഊരിയെടുത്ത് കട്ടിലിന് മുകളിലിരുന്ന ആമാടപ്പെട്ടിയിലേക്ക് വെച്ചതും ബാത്റൂം തുറക്കുന്ന ശബ്ദം കേട്ടിരുന്നു. ഞെട്ടലോടെ മുഖമുയർത്തി നോക്കുമ്പോൾ കാണുന്നത് ഒരു ബാത്ത് ടവലുമെടുത്ത് തല തുവർത്തിക്കൊണ്ട് വരുന്നവനെയാണ്. പെട്ടെന്നവനെ അവിടെ കണ്ടതേ ഞെട്ടിയിരുന്നു അമ്പിളി. ആളവിടെ ഉണ്ടാവുമെന്ന് ഒട്ടും കരുതിയില്ലവൾ. രുധിയേട്ടൻ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ പോവാണേ. രണ്ടാളും കൂടി കള്ളച്ചിരിയോടെ അമ്പിളിയെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്പിളി ആകെ വിളറി നിൽപ്പുണ്ടായിരുന്നു. സാരിത്തുമ്പ് പിടിച്ചു വെച്ച് ഞെരടുന്നത് കണ്ടതും ഉള്ളിലെ പിടപ്പ് അറിഞ്ഞിരുന്നു രുധിനും. മെല്ലെ ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടിട്ട് പെണ്ണിനോരം വന്നതേ വിറച്ചിരുന്നവൾ. ഇതാരാ, കാവിലെ ഭഗവതി നേരിട്ടങ്ങ് എഴുന്നള്ളിയതാ? കുസൃതിയോടെ ചോദിച്ചുകൊണ്ട് കുനിച്ചു പിടിച്ച പെണ്ണിന്റെ മുഖം താടിത്തുമ്പിൽ പിടിച്ചുയർത്തിയവൻ. നാണം കൊണ്ട് പരവശയായവളുടെ മുഖം രക്തവർണമായി തുടങ്ങിയിരുന്നു. ഈ നെറ്റിപ്പട്ടവും തിടമ്പവുമൊക്കെ അഴിച്ചു വെക്കണില്ലേ പെണ്ണെ? പതിഞ്ഞ ശബ്ദം കാതോരം പതിഞ്ഞതിനൊപ്പം അവളുടെ കവിളിൽ അവന്റെ ചുണ്ടിന്റെ നനുത്ത സ്പർശനവും ഏറ്റിരുന്നു. കണ്ണുകൾ കൂമ്പിയടച്ചവൾ ദേഹത്താകെ കോരിത്തരിച്ച പോലെ മെല്ലെ കൈ ഉയർത്തി കഴുത്തിലെ ആഭരണങ്ങൾ അഴിക്കാൻ തുടങ്ങിയതും രുധിൻ അവളെ തടഞ്ഞു. ഞാൻ ചെയ്തോളാം. മെല്ലെ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അരയ്ക്കൊപ്പം നിൽക്കുന്ന നീളൻ മുടിയൊന്ന് നോക്കിപ്പിടിച്ചു അമ്പരപ്പോടെ. പതിയെ അവയെ ഒരു വശത്തേക്ക് വകഞ്ഞു മാറ്റിയവൻ. മെല്ലെ മെല്ലെ ഓരോ ആഭരണങ്ങളുടെയും കൊളുത്തുകൾ തുറന്ന് അഴിച്ചു മാറ്റി അവളെ ഏൽപ്പിച്ചു. അവസാനത്തെ മുല്ലമൊട്ട് മാലയുടെ കൊളുത്ത് കടിച്ചു തുറന്നപ്പോഴേക്കും പിൻകഴുത്തിൽ ചുണ്ടുകൾ പതിപ്പിച്ചിരുന്നവൻ. ദേഹമാകെ ഒരു കോരിത്തരിപ്പ് പടർന്നിറങ്ങിയത് അറിഞ്ഞവൾ. താലിമാല മാത്രം അവശേഷിപ്പിച്ചിട്ട് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി രുധിൻ. എത്ര ദിവസത്തെ കാത്തിരിപ്പാന്നറിയോ പെണ്ണെ, നിന്നെ ഇങ്ങനെ എൻ്റെ ഈ മുറിക്കുള്ളിൽ കാണാൻ. തന്നിലേക്കവൻ അടുത്തു വരുവാണെന്നറിഞ്ഞതും വെള്ളാരം കണ്ണുകൾ പിടയ്ക്കാൻ തുടങ്ങി. മെല്ലെ പിന്നിലേക്ക് നടന്നതേ ചുമരിൽ തട്ട് നിന്നവൾ. അവൾക്കിരുവശവുമായി ചുമരിലവൻ കൈകുത്തി വെച്ചതും വിറയോടെ മുഖമുയർത്തി നോക്കിയവൾ. നിമിനേരം കൊണ്ടവന്റെ മുഖം അവളിലേക്ക് അടുത്തു വന്നു. റോസാ ഇതളുകൾ പോലുള്ള ഇളം അധരങ്ങളിൽ അവന്റെ ചുണ്ടുകൾ പതിഞ്ഞു. തുടരും. പ്രിയപ്പെട്ടവരെ, കഥ ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ പറയണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.